സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് എങ്ങനെ നമുക്ക് പിക്സൽ ലാബിൽ നമ്മളുടെ പോസ്റ്ററുകളൊക്കെ സേവ് ഹൈ ക്വാളിറ്റിയിൽ സേവ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം, 130 മില്യണിലേറെ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് പിക്സൽ ലാബ് എന്നുള്ളത്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ തന്നെ പിക്സൽ ലാബിൽ പോസ്റ്ററുകളൊക്കെ നിർമ്മിക്കാൻ സാധിക്കും. അപ്പം പലർക്കുമുള്ള സംശയമാണ്, അതായത് പിക്സൽ ലാബിൽ പോസ്റ്ററുകൾ നിർമ്മിക്കുന്ന സമയത്ത് അത് ക്വാളിറ്റി ഉണ്ടാകില്ല എന്നുള്ള ഇതൊക്കെ കേൾക്കാൻ സാധിക്കാറുണ്ട്. അപ്പം അത്തരക്കാർക്ക് ഉള്ള ഒരു വീഡിയോ ആണിത്. എങ്ങനെ നമുക്ക് ഹൈ ക്വാളിറ്റി പോസ്റ്റർ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമ്മൾ പോസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മളിവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ കാണാം. സേവിൻ്റെ ഐക്കൺ കാണാം. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ആസ് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ JPG അതുപോലെ തന്നെ PNG 2 ഫോർമാറ്റ് ഉണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമായത് സെലക്ട് ചെയ്യുക. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇമേജുകൾക്ക് ഏതായാലും PNG ആണ് കൊടുക്കേണ്ടത്. അല്ലാത്ത ഇമേജുകളും PNGയിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ക്വാളിറ്റി എന്ന് കാണാം. ക്വാളിറ്റിയിൽ ഇവിടെ വ്യത്യസ്ത തരം ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം ഒരു കസ്റ്റമായിട്ടുള്ള ക്വാളിറ്റി ആണെങ്കിലാണ് ഇവിടെ ഈ ഇത് കൊടുക്കേണ്ടത്. അതല്ല നിങ്ങൾക്ക് അൾട്രാ, ഇതിലിപ്പം ഏറ്റവും നല്ല ക്വാളിറ്റിയോടെ ലഭിക്കുന്നത് അൾട്രാ എന്നുള്ള സൈസാണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് ടു ഗാലറി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ തന്നെ പോസ്റ്ററുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ക്വാളിറ്റി നമുക്കിപ്പോൾ വാട്സപ്പ് പോലത്തതിലൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അവിടെ HD ആയിട്ട് പോസ്റ്ററുകളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ആ ക്വാളിറ്റി അവിടെ നിലനിർത്താൻ സാധിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് വലിയ വലിയ ബാനർ പോലത്തെ ഇതിനാണെങ്കിൽ ഇവിടെ സൈസ് നമുക്കിവിടെ കസ്റ്റം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സൈസ് ഉള്ളത് ഇതിൻ്റെ ഇരട്ടിയാക്കി കൊടുത്തിട്ട് എത്രത്തോളം വലുപ്പമാണോ, അതായത് വലിയ ലാർജായിട്ട് അതൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ പിക്സലിൻ്റെ സൈസ് ഇവിടെ ഇരട്ടിയാക്കി കൊടുത്തു. ഇവിടെ 3000 എന്നുള്ളത് 6000 ആക്കുക. അതുപോലെ തന്നെ 2250 എന്നുള്ളത് 4500 ആക്കിയിട്ട് അത് നേരെ ഇരട്ടിയാക്കുമ്പോൾ 10 മടങ്ങ് ക്വാളിറ്റിയിൽ നമുക്ക് അതിനെ എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണിത്. എന്നിട്ട് സേവ് ടു ഗാലറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിൽ അത് സേവ് ആകുന്നതാണ്. വീഡിയോ നമ്മൾ ചെയ്തത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ള ഡിസൈനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പം വീഡിയോ യൂസ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.